കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ളൊരു ഉണക്കസ്രാവ് കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കണം, കമൻ്റ് അടിക്കുക, സബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, നേരെ വീഡിയോ. ചെറുള്ളി, ഒരു ചെറിയ സവാളയുടെ പകുതി, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം. ഇതൊന്ന് നമുക്ക് ചെറുതായിട്ട് ഉനുവിനാതിനെ അരിഞ്ഞെടുക്കാം. ഏകദേശം ഇതിപ്പോൾ എൻ്റെ അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതി കൂടി എടുത്ത് അരിഞ്ഞെടുക്കാം. അത് ചെറുതാക്കി അരിയേണ്ട, അത് സാധാരണ അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പുളി, ഒരു മുറി തേങ്ങ എടുക്കാം. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത്, ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറുള്ളി, വെളുത്തുള്ളി, സവാള പൊടി 3 കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാളികേരം ചെരുകൊന്ന് സെറ്റാക്കി വയ്ക്കാം. നാളികേരം ചെരുകി കഴിഞ്ഞപ്പോൾ ഇത് ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്യാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ആ ഇഞ്ചി കഷ്ണം ചെറുതായിട്ടൊന്ന് ഉരുളിട്ടിച്ച് അതുകൂടി നമുക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത് രണ്ടും കൂടി ഇട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സായി വന്നാൽ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാം. അങ്ങനെ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ആ തക്കാളി കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്യാം. അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതവിടെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ ഒരു മിക്സിയിൽ അടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 5 ചെറുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ തേങ്ങാപ്പാൽ ഒഴിക്കാമായിരിക്കും. ഇതിന് നേരത്തെ കലക്കി വെച്ച പുളി, ആ പുളിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. പുളി ഇത്തിരി കുറവാണെന്ന് തോന്നിയതിനാൽ ഞാനൊരു കഷ്ണം മാങ്ങ കൂടി എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട്. അതും കൂടി നമുക്ക് അതിലേക്കൊന്ന് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഓക്കെ ഗൈസ്, അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉണക്കസ്രാവ് കൂടി ആഡ് ചെയ്യാം. അങ്ങനെ ഉണക്കസ്രാവ് കൂടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ചെറിയൊരു പാത്രം എടുത്ത് നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു തല തിളച്ച് കഴിയുന്നത് വരെ നമുക്ക് അടച്ചു വയ്ക്കാം. ഏകദേശം ഇപ്പോൾ അതൊരു വെന്ത് വന്നിട്ടുണ്ട്. സ്രാവ് ഒരു തല തിളച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കാച്ചെടുക്കാം. അതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നന്നായിട്ട് വരുമ്പോഴേക്കും ചെറിയ ഉള്ളി കുറച്ച് അരിഞ്ഞ് അതിലേക്ക് ഇടുക. അതിനൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ നല്ലത് ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞു വരുന്നതാണ് മീൻ കൂട്ടാനായ കാരണം. അപ്പോൾ ഈ മീൻ കൂട്ടാൻ ഉള്ളി ഒന്ന് കരിഞ്ഞു വരുന്ന വരെ നമുക്ക് ഒന്ന് നോക്കിയിരിക്കാം. ഏകദേശം ഇപ്പോൾ അടിപൊളിയായിട്ട് ഇതൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ചേർത്ത് തിളച്ച് ഇരിക്കണം. ആ കൂട്ടാനിൽ നിന്ന് കുറച്ച് നമുക്ക് എടുത്തിട്ട് ഈ ചീഞ്ചട്ടിയിലേക്ക് ഒഴിക്കാം. ആഹാ, സൂപ്പർ, നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തിരിച്ചിത് ആ മൺചട്ടിയിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം. അപ്പോൾ നാടൻ സ്രാവ് കറി തയ്യാറായിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, സബ്